ഓക്കെ, ഇനി നമുക്ക് ടെറിഡോഫൈറ്റിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള മെമ്പറിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൈലോട്ടം. പി എന്ന് പറയുന്നത് ഇവിടെ സൈലൻ്റ് ആണ്, പി സൈലോട്ടം എന്നാണ് എഴുതുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് കംസ് അണ്ടർ ദ ക്ലാസ് സൈലോടോപ്സിഡ, ഓർഡർ സൈലോട്ടൈൽസ്, ഫാമിലി സൈലോട്ടേസി. Psilotum is represented by only two members. They are Psilotum nudum and Psilotum flacidum. Among them, Psilotum nudum is present in India. So, Psilotum flacidum is an epiphyte. Epiphyte, what is epiphyte? A plant which leaves. Epi means above, phyte means plant. ഒരു പ്ലാന്റിൻ്റെ വേറൊരു പ്ലാന്റിൻ്റെ മുകളിൽ വളരുന്ന പ്ലാന്റിനെയാണ് എപ്പിഫൈറ്റ് എന്ന് പറയുക. സോ ഫ്ലാസിഡം എന്ന് പറയുന്നത് അതൊരു എപ്പിഫൈറ്റിക് ആയിട്ടുള്ള ഒരു ടെറിഡോഫൈറ്റിയൻ സൈലോട്ടൻ മെമ്പറാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി ന്യൂഡം എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയനിലും സബ് ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസാണ്. സോ ഇത്രയാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് ജനറൽ ആയിട്ട് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇറ്റ്സ് അബൌട്ട് ദെയർ ഫീച്ചേഴ്സ്. സോ when we shift to the next group, that is pteridophyte, the plant body which was gametophyte earlier is now sporophyte. The plant body is known as sporophyte, which is diploid. But in the case of bryophyte, it's gametophytic in origin and plant body is haploid. So here the body is sporophytic. Plant body sporophyte എന്നാണ് പറയുക. അപ്പോൾ സ്പോറോഫൈറ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ what you must explain is the external features of the plant. പ്ലാന്റിൻ്റെ external features ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. So sporophytic plant body is differentiated into underground rhizome and an aerial shoot. This aerial shoot is branched, which may bear sterile leaves. This red colored one represents the sterile leaves or sterile appendages, and this red colored one a trilobed structure which represents the reproductive structure which is known as synangia, that I will explain later. So branching pattern can also be seen. So rhizome is there, aerial shoot is there, some sterile appendages is there, and fertile appendages which is known as synangia. So this is the sporophytic differentiation. Okay, so coming to the first part, rhizome. Rhizome is branched structure which fix the പ്ലാന്റിനെ എന്ത് ചെയ്യും, സബ്സ്ട്രേറ്റത്തിൽ ഫിക്സ് ചെയ്തിട്ട് നിർത്തും, ആങ്കറേജും അബ്സോർപ്ഷനും വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ദെൻ ദ പെക്യൂലിയാരിറ്റി ഓഫ് ദിസ് റൈസോം ഇസ് ഇറ്റ് ഷോസ് അസോസിയേഷൻ വിത്ത് ഫഞ്ചൈ. ഫഞ്ചയും റൂട്ടും തമ്മിലുള്ള അസോസിയേഷനെ നമ്മൾ എന്താ പറയുക, ഫംഗൈനെ മൈക്കോ എന്നാണ് പറയുക, റൂട്ടിനെ റൈസേ എന്നാണ് പറയുക. സോ ദിസ് ടൈപ്പ് ഓഫ് അസോസിയേഷൻ ഫംഗസ് വിത്ത് ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടുമായിട്ടുള്ള അസോസിയേഷൻസിനെയാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷോസ് മൈക്കോറൈസൽ അസോസിയേഷൻ. സോ വെൻ യു ടേക്ക് ദ സെക്ഷൻ ഓഫ് ദിസ് പാർട്ട് യു ആർ ഏബിൾ ടു സീ ഫഞ്ചൈ. അത് നമ്മൾക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഏരിയൽ ഷൂട്ട് വിച്ച് ഇസ് ബ്രാഞ്ച്ഡ്. സൈലോട്ടം ചില സ്പീഷീസിനകത്ത് 15 to 20 സെൻറ്റിമീറ്റർ ലെങ്ത് വരെയൊക്കെ വരാറുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് ഇൻ ദ ന്യൂഡത്തിലാണ് 15 to 20 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്നത്. മറ്റേതിൽ 90 സെൻറ്റിമീറ്റർ വരെ വരുന്നതാണ് പറയുന്നത്. ദെൻ ഗ്രീൻ ഇൻ കളർ, അഥവാ ഇവിടെ ഞാൻ പറഞ്ഞു ലീവ്സ് എന്ന് പറയുന്നത് സ്റ്റെറൈലായിട്ടുള്ള സ്കെയിലായിട്ടുള്ള സാധനങ്ങളാണ്, അഥവാ നോട്ട് ഗ്രീൻ ഇൻ കളർ. സോ ഫോട്ടോസിന്തറ്റിക് ഫങ്ഷൻ വിൽ ബി ആരുടെ ഹെൽപ്പായിരിക്കും, വിൽ ബി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റെം ആയിരിക്കും. സോ സ്റ്റെം ഇസ് യൂഷ്വലി ഗ്രീൻ കളേർഡാണ്. നെക്സ്റ്റ് പാർട്ട് ഈസ് ദ സ്റ്റെറൈൽ ലീഫ് വിച്ച് ഇസ് സ്റ്റെറൈൽ അപ്പൻഡേജസ് അല്ലെങ്കിൽ സ്റ്റെറൈൽ ലീഫ് എന്നാണ് പറയുക. അതിനെയാണ് സ്കെയിൽ ലീഫ് എന്നും പറയൂ കേട്ടോ. സ്കെയിൽ ലൈക്ക് ആയിട്ടുള്ള തോൺ ലൈക്ക് പോലത്തേക്കുള്ള സ്ട്രക്ചറാണ് ലീഫ് എന്ന് പറയുന്നത്. ദേ ആർ നോട്ട്
ഫോട്ടോസിന്തറ്റിക് ഫംഗ്ഷൻ അവർക്കല്ല മേജർ ആയിട്ടുള്ളതും സ്റ്റെം ആണ് ഇവിടെ ഫോട്ടോസിന്തറ്റിക് ഫംഗ്ഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ദെൻ ഈസ് ഫെർട്ടൈൽ അപ്പൻഡേജസ് അഥവാ ഫെർട്ടൈൽ അപ്പൻഡേജസ് എന്ന് പറയുന്നത് എന്താണ്? ബിയേഴ്സ് എ ട്രൈലോബ്ഡ് സ്ട്രക്ചർ. 3 ലോബുള്ള ഒരു സ്ട്രക്ചറിനെയാണ് ബിയർ ചെയ്യുന്നത്. ആ 3 ലോബുള്ള സ്ട്രക്ചറിനെ സിനാൻജിയ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇതും ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നെക്സ്റ്റ് നമ്മൾ ഇന്റേണൽ അനാട്ടമിയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ അനാട്ടമി ഓഫ് ഷൂട്ട്. ഷൂട്ടിൻ്റെ ഇന്റേണൽ അനാട്ടമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? വിച്ച് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു എപ്പിഡെർമിസ്, കോർട്ടെക്സ് ആൻഡ് സ്റ്റീൽ. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് യൂണിസീരിയേറ്റ് ആയിട്ടുള്ള ലെയറാണ്. വേർ യു ക്യാൻ സി സ്റ്റൊമാറ്റ കാണാൻ പറ്റും. സോ ഫോട്ടോസിന്തറ്റിക് ഹാബിറ്റ് ഓഫ് സ്റ്റെം ഈസ് നൗ വെൽ ഡിഫൈൻഡ് ആയി അല്ലേ? കാരണം സ്റ്റെം ആണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. ദെൻ എ ക്യൂട്ടിക്കിൾ ഇസ് പ്രസന്റ് ബിലോ ദി എപ്പിഡെർമിസ്. The cortex is differentiated into 3 major zones: outer cortex, middle cortex and inner cortex. Outer cortex which consists of loosely arranged chlorenchyma cells. So photosynthetic nature is again well defined. So epidermis, outermost outer cortex is chlorenchymatous. Just below this chlorenchymatous zone you can see sclerenchymatous zone, which is mechanical in function. Below this is parenchymatous zone, which is the broad cortical region. Inner zone is broad and which is the broad region with parenchyma cells. Then innermost layer of the cortex is endodermis, which is well defined. Just below is ill defined അഥവാ അത്ര വെൽ ഡിഫൈൻഡ് അല്ലാത്ത ഒരു പെരിസൈക്കിൾ കാണാൻ പറ്റും. ആൻഡ് ഇന്നർ ടു ദിസ് ഫ്രം പെരിസൈക്കിൾ ഇസ് ദ സ്റ്റീലാർ റീജിയൻ. സോ സ്റ്റീലാർ റീജിയനിൽ എന്തൊക്കെയുണ്ട്? പെരിസൈക്കിൾ ഉണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ കോർ ഓഫ് സൈലം വിച്ച് ഇസ് സ്റ്റാർ ഷേപ്ഡ്. യു ക്യാൻ ടേം ദം ആസ് ആക്ടിനോസ്റ്റീലിക് ആയിട്ടുള്ള കണ്ടീഷനാണ് കാണപ്പെടുന്നത്. വേർ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോട്ടോസ്റ്റീൽ അല്ലേ? പ്രോട്ടോസ്റ്റീൽ എന്താണെന്നുള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈലം ഈസ് സ്റ്റാർ ഷേപ്ഡ് വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ ഫ്ലോയം. അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഈ ആക്ടിനോസ്റ്റീലിക് ആയിട്ടുള്ള കണ്ടീഷൻ എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിലാണ് കാണാൻ പറ്റുക. ഓക്കെ, അൾട്ടിമേറ്റ് ബ്രാഞ്ചസിലാണ് ഈ ആക്ടിനോസ്റ്റീൽ കാണാൻ പറ്റുക. സോ ആക്ടിനോസ്റ്റീൽ എന്ന് പറയുന്നത് അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത ഭാഗത്ത് റൈസോമിൻ്റെ ബാക്കിയുള്ള സ്റ്റെമ്മിൻ്റെ ബാക്കി ഏരിയൽ പാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ യു കനോട്ട് സീ ആക്ടിനോസ്റ്റീൽ. സോ ഈ ആക്ടിനോസ്റ്റീലിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിൻ്റെ താഴേക്ക് എത്തും തോറും കണ്ടീഷൻ മാറും. ജസ്റ്റ് ബ്രാഞ്ചിൻ്റെ താഴെയാണെങ്കിൽ അതിനൊരു സ്ക്ലീറൻകൈമാറ്റസ് പിത്തോടു കൂടെയാണ് കാണാൻ പറ്റുക. അഥവാ സ്ക്ലീറൻകൈമാറ്റസ് പിത്ത് പോലെ സൈഫണോസ്റ്റീലിൻ്റെ ഒരു സ്ട്രക്ചർ പോലെയൊക്കെ നമുക്ക് തോന്നിക്കും. ദെൻ ജസ്റ്റ് വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഈ സ്ക്ലീറൻകൈമാറ്റസ് പിത്ത് കാണാൻ പറ്റില്ല. താഴേക്ക് വീണ്ടും ബേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫീച്ചറൊന്നും കാണാൻ പറ്റില്ല. സോ എവിടെ നിന്നാണോ നമ്മൾ സെക്ഷൻ എടുക്കുന്നത് അതിന് ബേസ് ചെയ്തിരിക്കും. ബ്രാഞ്ചസിൽ നിന്നാണ് സെക്ഷൻ എടുക്കണമെങ്കിൽ യു വിൽ ഗെറ്റ് ആക്ടിനോസ്റ്റീലിക് കണ്ടീഷൻ. സോ ദിസ് ഈസ് അബൌട്ട് ദി പെക്യുലിയാരിറ്റി. ഇതൊരു നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് കാണുന്ന ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. ഇപ്പോൾ എത്രയാണ് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. നൗ നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. റൈസോം വിച്ച് ഇസ് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഷൂട്ടാണ് അല്ലേ? ഇറ്റ് ഈസ് അതിനും എപ്പിഡെർമിസ് ഉണ്ട്, ഒരു ബ്രോഡ് കോർട്ടെക്സ് ഉണ്ട്, ദെൻ എൻഡോഡെർമിസ് ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട് ആൻഡ് സെൻട്രൽ കോർ ഓഫ് സൈൽ ഉണ്ട് വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ ഫ്ലോ ഉണ്ട്. എപ്പിഡെർമിസിൻ്റെ ടോപ്പിൽ ക്യൂട്ടിക്കിൾ ഉണ്ട്. കോർട്ടെക്സ് ബ്രോഡാണ്. അതിനെ ഔട്ടർ കോർട്ടെക്സ് എന്നും മിഡിൽ കോർട്ടെക്സ് എന്നും ഇന്നർ കോർട്ടെക്സ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഔട്ടർ കോർട്ടെക്സ് എന്ന് പറയുന്നതിലാണ് നമുക്ക് നമ്മുടെ ഫഞ്ചൈനെ കാണാൻ പറ്റുക. മൈക്കോറൈസൽ അസോസിയേഷൻ, മൈക്കോറൈസൽ സോൺ എന്നാണ് ഇതിനെ പറയുക. ദെൻ മിഡിൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് പാരൻകൈമ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഇന്നർ കോർട്ടിക്കൽ സെൽസിൽ നിങ്ങൾക്ക് ഒരു പെക്യൂലിയാരിറ്റി ആയിട്ടുള്ള ഈ റെഡ് കളേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. ഇതിൻ്റെ പേരാണ് ടാനിൻ അൺഹൈഡ്രേറ്റ്. അതൊരു സ്റ്റോർഡ് പ്രോഡക്റ്റ് ആണ്. ടാനിൻ്റെ അൺഹൈഡ്രേറ്റ് ഫോംസ് ആണ് അത് ഉള്ളത്. അതിനെയാണ് ഫ്ലോബാഫീൻ എന്ന് പറയാം. അപ്പോൾ ഫ്ലോബാഫീൻ എവിടെയാണ് കാണുക എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നർ കോർട്ടെക്സ് അല്ലെങ്കിൽ കോർട്ടിക്കൽ റീജിയൻ ഓഫ് റൈസോം എന്നാണ് ഉത്തരം പറയേണ്ടത്. സോ എൻഡോഡെർമിസ് ഉണ്ട്,
പെരിസൈക്കിൾ ഉണ്ട്, സെൻട്രൽ കോർ ഓഫ് സൈൽ ഉണ്ട്, സറൗണ്ടഡ് ബൈ ഫ്ലോയ ഉണ്ട്. സോ സിമ്പിൾ പ്രോട്ടോസ്റ്റീലാണ് ഇതിനകത്ത് നമുക്ക് കാണും. ദെൻ ലീഫിൻ്റെ ഇൻറ്റേർണൽ അനാട്ടമി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത്ര വെൽ ഡിഫറൻഷിയേറ്റഡ് ഒന്നുമല്ല. ഒരു എപ്പിഡെർമിസും മീസോഫിൽ ടിഷ്യൂസും ഉണ്ട്. സോ ലീഫിനും ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉണ്ട്, ബട്ട് മെയിൻ ഫോട്ടോസിന്തറ്റിക് ഫങ്ഷൻ ഇസ് ഡൺ ബൈ ആരാണ്? സ്റ്റെം ആണ്. ദെൻ റീപ്രൊഡക്ഷൻ. ഇറ്റ് റീപ്രൊഡ്യൂസ് ബൈ മീൻസ് ഓഫ് വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ മോഡ്സ്. സെക്ഷൽ മോഡ് എന്ന് പറയുന്നത് ബൈ സ്പോർട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് ജെമ്മെ. ബോത്ത് gametophyte and rhizome will produce multicellular stalked structures which will produce a propagule which is known as gemme. അതിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ it will form the thallus. It will form the sporophyte. നെക്സ്റ്റ് ബൈസ്പോർസ്, റീപ്രൊഡക്ഷൻ ബൈ സ്പോർസ്. ഈ സ്പോർ എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ വിച്ച് ഇസ് നോൺ ആസ് സിനാൻജിയ. വൈ ഇറ്റ് ഈസ് നോൺ ആസ് സിൻആൻജിയ? സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SYN, സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആൻജിയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പൊറാൻജിയത്തിന്റെ ഫ്യൂഷൻ. So how you can define a synangia, which is a trilobed structure formed by the fusion of 3 sporangia. 3 sporangia fuse ചെയ്തിട്ടുള്ള sin of 3 sporangia ആണ് ഒരു synangia. അല്ലേ? എന്താ പറഞ്ഞത്? സ്പൊറാൻജിയ, ഇതൊരു സ്പൊറാൻജിയാണ്, ഇത് വേറൊരു സ്പൊറാൻജിയാണ്, ഇത് വേറൊരു സ്പൊറാൻജിയാണ്. ഇങ്ങനത്തെ 3 സ്പൊറാൻജിയകൾ ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് സ്ട്രക്ചർ, എ ഫ്യൂഷൻ പ്രോഡക്റ്റ് ഓഫ് 3 sporangia, which is a trilobed reproductive structure found in Psilotum, which is known as synangia. Okay, it's about 2 millimeter diameter വരുന്നുള്ളൂ കേട്ടോ. 2 millimeter diameter ഇതിന് വരുന്നുള്ളൂ. When you take the section of this synangia, you can see 3 lobes. 3 ലോബ് കാണാൻ പറ്റും. Outermost layer is the epidermis, which represents the wall of the sporangia. Just inner to this is this black colored tapetum. Then some weaker areas can be seen. This represents the stomium, which are meant for their സ്പോറിൻ്റെ ലിബറേഷന് വേണ്ടി സഹായിക്കുന്ന വീക്കർ ഏരിയാസ് ആണ് ഇത് എന്ന് പറയുന്നത്. ദെൻ യു ക്യാൻ സി സ്പോർസ്. സ്പോർ മദർ സെല്ല് മിയോസിസ് നടന്നിട്ട് സ്പോർ ഉണ്ടായിട്ടുണ്ടാകും. ഓൾ സ്പോർസ് വിൽ ബി അലൈക്ക് ആൻഡ് ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് ഹോമോസ്പോറസ് കണ്ടീഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഈ സിനാൻജിയത്തിലുള്ള സ്പോർസ് ലിബറേറ്റ് ചെയ്ത സ്പോറ് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ പ്രോതാലസ് ആയിട്ട് മാറും, അഥവാ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ആയിട്ട് മാറും. So among the scientists there is a different views regarding the morphological nature of synangia. സിനാൻജിയത്തിൻ്റെ മോർഫോളജീനെ ബേസ് ചെയ്തിട്ട് സയൻറ്റിസ്റ്റുമാരുടെ ഇടയിൽ ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്കവാറും ടെറിഡോഫൈറ്റിൻ്റെ കേസിൽ സ്പൊറാൻജിയ വരുന്നത് ലീഫിൽ നിന്നുമാണ് എന്നാണ് പറഞ്ഞല്ലേ. ആ ലീഫിൽ നിന്നും സ്പൊറാൻജിയ വരുന്നതിനെയാണ് സ്പോറോഫിൽ എന്ന് പറയാം അല്ലേ, സ്പോറോഫിൽ. സോ ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ 2 വ്യൂ വന്നിട്ടുള്ളത്. സം ഓഫ് ദി സയൻറ്റിസ്റ്റ് കൺസിഡേർഡ് ദ ബ്രാഞ്ചസ് ദിസ് സ്ട്രക്ചേഴ്സ് ആസ് ഫെർട്ടൈൽ ബ്രാഞ്ചസ് ആൻഡ് സം ആസ് ലീഫ് പോലത്തെ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്തു. അഥവാ ബവറും സീവേർഡും എന്ന് പറഞ്ഞിട്ടുള്ള 2 സയൻറ്റിസ്റ്റുമാർ ഈ സിനാൻജിയത്തിനെ ഒരു ഫെർട്ടൈൽ ബ്രാഞ്ചായിട്ട് കൺസിഡർ ചെയ്തു. കാരണം ഈ ബ്രാഞ്ച് നോക്കുക, ഈ ബ്രാഞ്ചിനകത്ത് എന്തില്ല? സിനാൻജിയല്ല. ഇനി ഞാൻ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സാധനത്തിന് ഞാൻ ഇവിടെ വരച്ചു, അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിക്കിട്ടും. നോക്കുക, ചില ബ്രാഞ്ചിൽ സിനാൻജിയം വരുന്നു, ചില ബ്രാഞ്ചിൽ സ്റ്റെറൈലായിട്ട് നിൽക്കുന്നു. സോ സം ഓഫ് ദി ബ്രാഞ്ചസ് മേ ടെർമിനേറ്റ് ഇൻ ടു their reproductive structure which is known as synangia, and those branches represents the fertile branch. അപ്പോൾ ഇത് ഫെർട്ടൈൽ ബ്രാഞ്ചും ഇത് സ്റ്റെറൈൽ ബ്രാഞ്ചും ആയിട്ടാണ് അതിനൊരു ബ്രാഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്തത് ബവറും സീവേർഡും. ഓക്കെ, അത് ഫെർട്ടൈൽ ബ്രാഞ്ച് വിച്ച് വിൽ ടെർമിനേറ്റ് ഇൻ എ structure which is known as synangia. Okay, and
അക്കോർഡിംഗ് ടു ലൗബാക്കിന്റെ വ്യൂ പ്രകാരം ദിസ് റെപ്രസെൻറ്റ്സ് എ ലീഫ്. ഇതൊരു ലീഫാണ് എന്നാണ് പറയുന്നത്. കാരണം നോർമലി ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു ലീഫായിട്ട് കൺസിഡർ ചെയ്യുന്നു. അഥവാ സിനാൻജിയ ബിയർ ചെയ്യുന്ന ആ സ്ട്രക്ചർ ഒരു ലീഫായിട്ടാണ് കൺസിഡർ ചെയ്തത് ആര്, ലൗബാക്ക് എന്ന് പറയുന്നത്. കാരണം നോർമലി ടെറിഡോഫൈറ്റിന്റെ കേസിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ സ്പൊറാൻജിയ വിൽ അറൈസ് ഫ്രം ലീഫിൽ നിന്നാണ് വരുന്നത്. സോ ദേ കൺസിഡേർഡ് ദിസ് ആസ് എ ലീഫ്. സോ ദേ കൺസിഡേർഡ് ഇറ്റ് ആസ് എ സ്പോറോഫിൽ. ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലീഫാണ്. സ്പോർ ബിയറിംഗ് സ്ട്രക്ചർ ചെയ്യുന്ന ഒരു ലീഫായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തത്. സോ ദിസ് ഈസ് അബൌട്ട് ദി വ്യൂസ് റിഗാർഡിംഗ് ദ മോർഫോളജിക്കൽ നേച്ചർ ഓഫ് സിനാൻജിയ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്പോർസിൻ്റെ ലിബറേഷനും ഗാമറ്റോഫൈറ്റിൻ്റെ ഫോർമേഷനും ദെൻ ഒരു ആന്ത്രിഡിയത്തിൻ്റെയും ഒരു ആർക്കിഗോണിയത്തിൻ്റെ സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞു. ഓക്കെ.